പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ഈ ദൈവശാസ്ത്ര ക്ലാസ്സിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നാം പ്രധാനമായും പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതിൻ്റെ തുടർച്ചയായി ആരാധനാക്രമ ദൈവശാസ്ത്രമാണ്. വിശിഷ്യ സിറോ മലബാർ സഭയുടെ ആരാധനാക്രമമായ അദ്ദായി മാറിയുടെ അനാഫറായാണ് കഴിഞ്ഞ തവണ നമ്മൾ പഠിച്ചു തുടങ്ങിയത്. അതായത് ഈ വിശുദ്ധ കുർബാനയുടെ ആദ്യ ഭാഗങ്ങൾ ആമുഖ ശുശ്രൂഷ, വചന ശുശ്രൂഷ, ഒരുക്ക ശുശ്രൂഷ എന്നിവയ്ക്ക് ശേഷം വിശുദ്ധ കുർബാനയിൽ അനാഫറ ആരംഭിക്കുകയാണ്. അദ്ദായി മാറി എന്നിവരുടെ അനാഫറ എന്ന പേരിലാണ് ഇതറിയപ്പെടുക. ഈ അനാഫറയുടെ പ്രാധാന്യമൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ വിശദമായി പഠിച്ചതാണ്. ഇന്ന് നിലവിലുള്ളതിൽ ഏറ്റവും പൗരാണികത്വം അവകാശപ്പെടാവുന്ന അനാഫറകളിൽ ഒന്നാണ് അദ്ദായി മാറി. അനാഫറകളിൽ ഒന്ന് എന്നുള്ളതിനേക്കാൾ ഉപരി ഏറ്റവും പൗരാണികത്വമുള്ള അനാഫറ എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന അനാഫറയാണ്. ഈ അനാഫറ പ്രധാനമായും 4 ഗഹന്ത പ്രാർത്ഥനകളിലൂടെയാണ് വികസിപ്പിക്കപ്പെടുന്നത്. അതായത് ഒന്നാമത്തെ ഗഹന്ത പ്രാർത്ഥന എന്ന് പറയുമ്പോൾ പ്രണാമ ജപങ്ങൾ എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. ഒരല്പം ശിരസ് നമിച്ചുകൊണ്ട് പുരോഹിതൻ ഇരുകരങ്ങളും മുൻപോട്ട് നീട്ടിപ്പിടിച്ചുകൊണ്ട് ചൊല്ലുന്ന പ്രാർത്ഥന എന്നർത്ഥത്തിലാണ് ഇതിനെ ഗഹന്ത പ്രാർത്ഥന എന്ന് പറയുന്നത്. ഈ ഗഹന്ത പ്രാർത്ഥനകളിൽ ഒന്നാമത്തെ പ്രാർത്ഥന അത് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ നടത്തുന്ന പ്രാർത്ഥന. വാസ്തവത്തിൽ ജനങ്ങളുടെ സഹായം അഭ്യർത്ഥിച്ച ശേഷം പുരോഹിതൻ പൗരോഹിത്യത്തിൻ്റെ ദിവ്യമായ ദാനങ്ങൾ കൊണ്ട് തങ്ങളെ അലങ്കരിച്ച ദൈവത്തിന് നന്ദി പറയുന്ന പ്രാർത്ഥനയാണ്. അദ്ദായി മാറി അനാഫറയുടെ ആമുഖമായിട്ട് ഈ പ്രാർത്ഥനയെ കരുതുകയാണ് എങ്കിൽ തുടർന്ന് വരുന്ന സമാധാന ആശംസയിലാണ് ഈ അനാഫറ ആരംഭിക്കുന്നത്. സമാധാനം നിങ്ങളോടുകൂടെ എന്ന് വൈദികൻ പറയുമ്പോഴാണ് വാസ്തവത്തിൽ ഈ അനാഫറയുടെ തുടക്കം. ഈ അനാഫറയെ നമ്മൾ പാശ്ചാത്യ റീത്തിലെ അനാഫറയുമായി താരതമ്യം ചെയ്താൽ പുരോഹിതൻ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് കർത്താവ് നിങ്ങളോടുകൂടെ, അല്ലെങ്കിൽ സമാധാനം നിങ്ങളോടുകൂടെ തുടങ്ങിയ പദപ്രയോഗങ്ങളിലൂടെ, ആശംസകളിലൂടെ, ഈ വിവിധ റീത്തുകൾ തമ്മിൽ, അനാഫറകളിലെ ഈ സമാധാന ആശംസകൾ തമ്മിലുള്ള താരതമ്യം വളരെ ശ്രദ്ധേയമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതാണെങ്കിലും ഈ ആദ്യത്തെ ഗഹന്ത പ്രാർത്ഥന പുരോഹിതൻ സകല നന്മകളെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും ഭാവികളുമായിരുന്നിട്ടും അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി തുടങ്ങിയ ആ പ്രാർത്ഥനയിൽ സകല നന്മകളും തനിക്ക് ദൈവം ഭരമേൽപ്പിച്ച നന്മകളുടെ പൂർണ്ണതയായ പൗരോഹിത്യത്തെ പ്രതിയും ആ പൗരോഹിത്യത്തിലൂടെ താൻ ഈ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ യോഗ്യനാക്കപ്പെട്ടതിനെ ഓർത്തും തൻ്റെ കുറവുകളെ പരിഹരിച്ച് വിശുദ്ധീകരിക്കണമേ എന്ന അപേക്ഷയോടും കൂടിയാണ് ആദ്യത്തെ ഗഹന്ത പ്രാർത്ഥന. തുടർന്നുള്ള ഗഹന്ത പ്രാർത്ഥനകൾ 3 ആദ്യത്തെ ഗഹന്ത പ്രാർത്ഥനയ്ക്ക് ശേഷം പുരോഹിതൻ്റെ സമാധാന ആശംസ, തുടർന്ന് പൂർവ്വപിതാക്കന്മാരെ അനുസ്മരിച്ചുകൊണ്ട് അവരോട് ചേർന്ന് ദൈവത്തിന് നന്ദി പറയുന്നതാണെങ്കിൽ, ഇതിനിടയിൽ വരുന്ന രഹസ്യ പ്രാർത്ഥനകൾ വ്യത്യസ്തമായതും. ഈ രഹസ്യ പ്രാർത്ഥനകളിൽ പുരോഹിതൻ ഒന്നാമത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം തൻ്റെ കുറവുകളെ ഓർത്ത് ദൈവത്തോട് മാപ്പ് ചോദിച്ചുകൊണ്ട് സഹായം അപേക്ഷിക്കുക. ഗഹന്ത പ്രാർത്ഥനയ്ക്ക് ശേഷം വരുന്ന ഓരോ പ്രാർത്ഥനകളിലും ആത്യന്തികമായി ഇപ്രകാരം പുരോഹിതൻ തൻ്റെ തന്നെ വിശുദ്ധീകരണത്തിന് വേണ്ടി അപേക്ഷിക്കുകയാണ്. രണ്ടാമത്തെ ഗഹന്ത പ്രാർത്ഥന പിതാവായ ദൈവത്തെ സ്തുതിക്കുന്നതാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ ആരാധ്യമായ ത്രിത്വത്തിൻ്റെ
മഹനീയമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്നും സ്തുതിയും എന്ന് തുടങ്ങുന്ന ദിവ്യമായ ആ പ്രാർത്ഥനയിൽ സൃഷ്ടിയെ ഓർത്ത് സൃഷ്ടാവിനെ സ്തുതിക്കുകയാണ്. തീർച്ചയായും ഇത് പിതാവായ ദൈവം രക്ഷാകര സംഭവത്തിൽ പൂർത്തീകരിക്കുന്ന ദൈവീക രഹസ്യങ്ങളെ പ്രതി ദൈവത്തിന് നന്ദി പറയുന്നു. പിതാവായ ദൈവത്തെയാണ് ഇവിടെ ഏറ്റുപറഞ്ഞ് പ്രത്യേകമായി സ്തുതിക്കുക. വിശിഷ്യ പിതാവായ ദൈവം നടത്തിയ സൃഷ്ടികർമ്മത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് ഇവിടെ ചെയ്യുക. തുടർന്ന് പുരോഹിതൻ പ്രാർത്ഥിക്കുന്ന രഹസ്യ പ്രാർത്ഥന യേശയ്യായുടെ കീർത്തനമാണ്. ദൈവത്തെ മുഖാമുഖം കണ്ട യേശയ്യ, ഞാൻ പാപിയാണ്, കർത്താവേ അങ്ങേ നേരിൽ കണ്ട ഞാൻ എത്രയോ ഭീതിതമായ അവസ്ഥയിലാണ്, ഞാൻ അശുദ്ധനാണ്, അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനാണ് എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് തൻ്റെ അയോഗ്യതയും താൻ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ താൻ ഏർപ്പെട്ടിരിക്കുന്ന ദൈവീക കർമ്മത്തിൽ താൻ മുഖാമുഖം കാണുന്ന ദൈവീക മഹത്വത്തിൻ്റെ മുമ്പിൽ തൻ്റെ അയോഗ്യത തിരിച്ചറിഞ്ഞവൻ്റെ സഹായാഭ്യർത്ഥനയായി അതിനെ മനസ്സിലാക്കാവുന്നു. ഇതിനിടയിൽ വീണ്ടും ജനത്തിൻ്റെ പ്രാർത്ഥന സഹായം ചോദിക്കുന്നതുണ്ട്. ഇപ്രകാരം 3 വട്ടം ജനത്തിൻ്റെ സഹായം പുരോഹിതൻ ചോദിക്കുന്നുണ്ട് ഈ അദ്ദായി മാറി അനാഫറയിൽ. 3-ാമത്തെ ഗഹന്താ പ്രാർത്ഥന പുത്രൻ തമ്പുരാനെ ഓർത്തുള്ള ഗഹന്താ പ്രാർത്ഥന. രക്ഷണീയ കർമ്മം പുത്രൻ തമ്പുരാൻ എപ്രകാരം പൂർത്തിയാക്കി എന്നുള്ള രഹസ്യമാണ്. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു എന്ന് തുടങ്ങുന്ന ഈ പ്രാർത്ഥനയിൽ പുത്രൻ തമ്പുരാൻ്റെ മനുഷ്യാവതാരത്തെ, അവിടുത്തെ രക്ഷാകര കർമ്മങ്ങളെ മുഴുവനും അനുസ്മരിച്ച് നന്ദി പറയുകയാണ്. ഇവിടെ ഈ രക്ഷാകര കർമ്മത്തിൽ പിതാവായ ദൈവം അയച്ച പുത്രൻ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യൻ്റെ സാദൃശ്യത്തിൽ ആഗതനായി എന്നുള്ള ഫിലിപ്പിയ ലേഖനത്തിലെ 2-ാം അധ്യായം 6 മുതൽ 8 വരെ വാക്യങ്ങളിൽ അവതരിപ്പിക്കുന്ന ക്രിസ്തുവിജ്ഞാന ഗീതം അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ 3-ാം ഗഹന്താ പ്രാർത്ഥന ആരംഭിക്കുക. 3-ാം ഗഹന്താ പ്രാർത്ഥനയെ 2ആയി വിഭജിച്ചുകൊണ്ട് അതിന് നടുവിലാണ് സ്ഥാപകവാക്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നു. താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അവിടുന്ന് അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യർക്ക് കൊടുത്ത് അരുളി ചെയ്തു, ഇതെൻ്റെ ശരീരമാണ് എന്ന് തുടങ്ങുന്ന ഈ സ്ഥാപകവാക്യങ്ങൾ ഈ 3-ാമത്തെ ഗഹന്താ പ്രാർത്ഥനയ്ക്കിടയിലാണ്. ഈശോയുടെ മനുഷ്യാവതാരം, അവിടുന്നിലൂടെ പൂർത്തിയാക്കിയ രക്ഷാകര രഹസ്യങ്ങൾ എന്നിവ അനുസ്മരിക്കുന്നതിനിടയിൽ തന്നെ സ്ഥാപകവാക്യങ്ങൾ ചേർത്തത് വളരെ യുക്തിഭദ്രമാണ്. എന്നാൽ അദ്ദായി മാറി അനാഫറയുടെ ആരംഭത്തിൽ സ്ഥാപകവാക്യങ്ങൾ ഉണ്ടായിരുന്നില്ല, അത് പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് എന്ന ഒരു വാദം ശേഷിക്കുന്നുണ്ട്. അനേകം പണ്ഡിതന്മാർ ഈ വാദത്തെ അനുകൂലിക്കുന്നുമുണ്ട് എന്നുള്ളത് സത്യമാണ്. എന്നാൽ അദ്ദായി മാറി അനാഫറയിൽ ഈ സ്ഥാപകവാക്യങ്ങൾ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് തർക്കവിഷയമാണ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പൗരാണികമായ പല കയ്യെഴുത്ത് പ്രതികളിലും ഇത് കണ്ടില്ല എന്നുള്ളതാണ് ഒരു വാദം. ഈ സ്ഥാപകവാക്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നും സ്ഥാപകവാക്യങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നുള്ളത് അനാഫറയിൽ അതില്ലായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവായി കരുതാൻ ബുദ്ധിമുട്ടുണ്ട് എന്നതാണ് മറുവാദം. കാരണം ഈ സ്ഥാപകവാക്യങ്ങൾ അത്രമേൽ പരിശുദ്ധമായി പരിഗണിക്കപ്പെടുന്നതിനാൽ പുരോഹിതൻ അത് കാണാതെ മനഃപ്പാഠമായി ചൊല്ലുകയും തന്മൂലം മറ്റാരും ഈ പ്രാർത്ഥന ഉരുവിട്ട് പഠിക്കാതിരിക്കാൻ ഇത് രേഖപ്പെടുത്താതിരുന്നതായിരുന്നു എന്ന് ഒരു വാദമുണ്ട്. മറ്റൊരു വാദം ഇതില്ലായിരുന്നു എന്ന് പറയുന്നവർ ഉന്നയിക്കുന്ന മറ്റൊരു വാദം എന്ന് പറയുന്നത് അദ്ദായി മാറി അനാഫറ രൂപം കൊള്ളുമ്പോൾ ഈ സ്ഥാപകവാക്യങ്ങൾ അപ്പം മുറിക്കൽ ശുശ്രൂഷയുടെ ഭാഗമായി ഉണ്ടായിരുന്നില്ല എന്ന് വാദിക്കുന്നവരും, അത് പിന്നീടാണ് അപ്പം മുറിക്കൽ ശുശ്രൂഷയുടെ ഭാഗമായി എന്ന് കരുതുന്നവരുണ്ട്. എന്നാൽ ഈ വാദം പ്രത്യക്ഷത്തിൽ നിലനിൽക്കുന്നൊരു വാദമല്ല.
കോരിന്തോസുകാർക്കുള്ള ലേഖനം പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതാണ് AD 53 അല്ല 54 പൗലോസ്ലീഹ കൊരിന്ത്യർക്കുള്ള ഒന്നാം ലേഖനം എഴുതുമ്പോൾ തന്നെ പൗലോസ്ലീഹ പറയുന്നുണ്ട്, 11 അധ്യായം 23 വാക്യം, കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ സത്യം എന്തെന്നാൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇതെൻ്റെ ശരീരമാണ്. അപ്രകാരം തന്നെ പാനപാത്രമെടുത്ത് ആശീർവദിച്ച് ശിഷ്യർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്ത് ഇതെൻ്റെ രക്തമാണ്. അതായത് പൗലോസ്ലീഹ AD 54 ഈ ലേഖനം എഴുതുമ്പോഴേക്കും ഈ അപ്പം മുറിക്കൽ ശുശ്രൂഷയുടെ ഭാഗമായി സ്ഥാപക വാക്യങ്ങൾ ഉൾപ്പെടുത്തുന്നത് സഭയിലൊരു പാരമ്പര്യമായി കഴിഞ്ഞു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുക. അതുകൊണ്ട് അദ്ദായി മാറി അനാഫൊറ രചിക്കുമ്പോൾ ഈ സ്ഥാപക വാക്യങ്ങൾ ഇതിൻ്റെ ഭാഗമായി തീർന്നിരുന്നില്ല എന്ന വാദവും അടിസ്ഥാനരഹിതമാണ്. അതുകൊണ്ട് തന്നെ അദ്ദായി മാറി അനാഫറയിൽ സ്ഥാപക വാക്യങ്ങൾ ഉണ്ടായിരുന്നോ എന്നുള്ള വലിയ തർക്കം, അതിനെക്കുറിച്ച് അമിതമായി തർക്കിക്കുന്നതിൽ അർത്ഥമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സ്ഥാപക വാക്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇല്ലായിരുന്നെങ്കിലും ക്രിസ്തു സംഭവത്തിൻ്റെ പൂർത്തീകരണം ഈ അനാഫറയിൽ ദൃശ്യമായതിനാൽ ഈ അനാഫറ ഇപ്പോൾ ആയിരിക്കുന്ന രീതിയിൽ അംഗീകരിക്കുന്നതാണ് ഏറ്റവും യുക്തിഭദ്രമായിട്ടുള്ള നിലപാട്. അതുകൊണ്ട് തന്നെ സ്ഥാപക വാക്യങ്ങൾ ഈ അനാഫറയുടെ ഭാഗമായി ഉണ്ടായിരുന്നു എന്നുള്ള വാദമാണ് നമുക്ക് സ്വീകാര്യമായിട്ടുള്ള വാദം. ഏതാണെങ്കിലും ഈ സ്ഥാപക വാക്യങ്ങൾ ഉൾപ്പെടുന്ന മൂന്നാം ഗഹന്ത പ്രാർത്ഥന കഴിഞ്ഞാൽ പുരോഹിതൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയാണ് നാലാമത്തെ ഗഹന്ത പ്രാർത്ഥന. വാസ്തവത്തിൽ പരിശുദ്ധാത്മാവിനെയും പരിശുദ്ധാത്മാവ് നിരന്തരം പ്രവർത്തിക്കുന്ന തിരുസഭയെയും സഭ എങ്ങനെ രക്ഷയുടെ കൂദാശയാകുന്നു എന്ന സത്യത്തെയുമാണ് നാലാം ഗഹന്ത പ്രാർത്ഥനയിൽ നമ്മൾ അനുസ്മരിക്കുക. അപ്പോൾ ഈ ഗഹന്ത പ്രാർത്ഥനകൾ ഓരോന്നും ഒന്ന് സകല നന്മകൾക്കും വിശിഷ്യ പൗരോഹിത്യത്തിനും നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ച് സഹായം അപേക്ഷിക്കുന്നതാണെങ്കിൽ, സൃഷ്ടിയെ പ്രതി പിതാവിനെ സ്തുതിക്കുന്ന, രക്ഷയെ പ്രതി പുത്രനെ സ്തുതിക്കുന്ന, തിരുസഭയെ സ്ഥാപിച്ചതിനെ പ്രതി പരിശുദ്ധാരൂപിയെ വാഴ്ത്തുന്ന 3 സുന്ദരമായ ഗഹന്ത പ്രാർത്ഥനകൾ ചേർത്ത് റൂഹാക്ഷണ പ്രാർത്ഥന, അതോടെയാണ് ഈ അദ്ദായി മാറി അനാഫറ അവസാനിക്കുന്നത്. റൂഹാക്ഷണ പ്രാർത്ഥന, കർത്താവായ ദൈവമേ നിൻ്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന പ്രാർത്ഥന. അതായത് മിക്കവാറും എല്ലാ ആരാധനാക്രമത്തിലും ഉള്ള ഒരു പ്രത്യേകതയാണ് സ്ഥാപക വാക്യങ്ങൾക്കൊപ്പം ഈ റൂഹാക്ഷണ പ്രാർത്ഥന. സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന് ഈ വിശുദ്ധമായ തിരുശരീര രക്തങ്ങളെ സജീവമാക്കുന്നു എന്നുള്ള വിശ്വാസം എല്ലാ ആരാധനാക്രമത്തിലുമുണ്ട്. കർത്താവായ ദൈവമേ നിൻ്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് വൈദികൻ പ്രാർത്ഥിക്കുമ്പോൾ ഈ പൗരസ്ത്യ സുറിയാനി ആരാധനാക്രമത്തിൽ കർത്താവായ ദൈവമേ നിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഈ അപ്പത്തെ ആശീർവദിച്ച് ഞങ്ങളുടെ കർത്താവിൻ്റെ ശരീരമാക്കി പൂർത്തിയാക്കട്ടെ എന്ന് അന്ത്യോക്യൻ ആരാധനാക്രമത്തിൽ പറയുന്നു. കർത്താവായ ദൈവത്തിൻ്റെ ആത്മാവ് മഞ്ഞുതുള്ളി പോലെ ഈ അപ്പത്തിൻ്റെ മേൽ ഇറങ്ങി വന്ന് ഇതിനെ പൗത്രീകരിക്കട്ടെ എന്ന് രണ്ടാമത്തെ യൂക്കറിസ്റ്റിക് പ്രയറിൽ റോമൻ ആരാധനാക്രമത്തിൽ പറയുന്നു. എല്ലാ ആരാധനാക്രമങ്ങളിലും പൊതുവായിട്ടുള്ള ആ ഒരു ശൈലി തന്നെയാണ് ഇവിടെയും സ്വീകരിക്കുക. ആരാധനാക്രമങ്ങൾക്ക് പൊതുവായൊരു ശൈലി എന്ന് പറയുന്നത് വചന ശുശ്രൂഷയുടെ ഒരു ഭാഗം, കാഴ്ചവെപ്പിൻ്റെ ഭാഗമുണ്ട്. അതുപോലെ തന്നെ സ്ഥാപക വാക്യങ്ങൾ ഉച്ചരിക്കുന്ന പതിവുണ്ട്, റൂഹാക്ഷണ പ്രാർത്ഥനയുണ്ട്, വിശുദ്ധ കുർബാന സ്വീകരണത്തിനുള്ള ഒരുക്കം, വിശുദ്ധ കുർബാന സ്വീകരണം, സമാപന ആശീർവാദം. ഈ കാര്യങ്ങളെല്ലാം എല്ലാ ആരാധനാക്രമത്തിലും ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നു. അതുകൊണ്ട് തന്നെ ഈ ആരാധനാക്രമങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ
വളരെ അത്ഭുതത്തോടെ നമ്മൾ തിരിച്ചറിയുക. വ്യത്യസ്ത സഭകൾ വ്യത്യസ്ത ദേശങ്ങളിൽ വ്യത്യസ്ത സംസ്കാരങ്ങളിൽ രൂപം കൊണ്ടിട്ട് പോലും അവയുടെ ആരാധനാക്രമങ്ങളുടെ അടിസ്ഥാനങ്ങളിൽ മാറ്റമില്ല എന്നുള്ള സത്യം. അതുകൊണ്ടാണ് ബെനഡിക്റ്റ് മാർപ്പാപ്പ ആരാധനാക്രമത്തിൻ്റെ ആത്മാവ് എന്നുള്ള പുസ്തകത്തിൽ പറയുന്നത്, ആരാധനാക്രമത്തിന് ദൈവദത്തമായൊരു ഭാഗമുണ്ട്, അതുപോലെ പരമ്പരാഗതമായി രൂപപ്പെട്ടു വന്നൊരു ഭാഗമുണ്ട്. ദൈവദത്തമായ ആ ഭാഗങ്ങൾക്കൊരു മാറ്റവുമില്ല. അതേസമയം പാരമ്പര്യമായി രൂപപ്പെട്ടു വന്നവ തമ്മിൽ അന്തരമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ദൈവദത്തമായ ഭാഗങ്ങൾ, ഈ കാഴ്ചവെപ്പ്, വചന ശുശ്രൂഷ, അന്ത്യോക്യൻ ആരാധനാക്രമത്തിൽ വചന ശുശ്രൂഷയ്ക്ക് മുമ്പാണ് കാഴ്ചവെപ്പ് എന്ന് നമുക്കറിയാം. അപ്പോൾ കാഴ്ചവെപ്പ്, വചന ശുശ്രൂഷ, അതുപോലെ തന്നെ മറ്റ് ശുശ്രൂഷകൾ, പ്രത്യേക പ്രാർത്ഥനകൾ, സ്ഥാപകവാക്യങ്ങളുടെ ഉച്ചരിക്കൽ, റൂഹാക്ഷണ പ്രാർത്ഥനകൾ, വിശുദ്ധ കുർബാന സ്വീകരണത്തിനുള്ള ഒരുക്കം, മധ്യസ്ഥ പ്രാർത്ഥനകൾ, വിശുദ്ധ കുർബാന സ്വീകരണം, സമാപനാശീർവാദം, ഇതൊക്കെ എല്ലാ ആരാധനാക്രമവും പൊതുവായി സ്വീകരിച്ചിട്ടുള്ളതിനാൽ ഇവയെ നമുക്ക് ദൈവദത്തമായ ഘടന എന്ന് മനസ്സിലാക്കാം. അത് ദൈവവചനം പോലെ ദൈവം തമ്പുരാൻ വെളിപ്പെടുത്തിയതിൻ്റെ ഭാഗമാണ് ആരാധനാക്രമത്തിൻ്റെ ഈ ഭാഗങ്ങൾ. അവയിൽ ഒരു മാറ്റവും വരുത്താൻ ഒരു വിശ്വാസിക്കും അവകാശമില്ല. അത് ദൈവത്താൽ സ്ഥാപിതമാണ്. എന്നാൽ അവിടെ ഉപയോഗിക്കുന്ന പ്രാർത്ഥനകൾ, അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ, ഇവയൊക്കെ കാലികമായി രൂപപ്പെടുത്തപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അവ മാറ്റങ്ങൾക്ക് വിധേയവുമാണ് എന്ന സത്യം നമ്മൾ തിരിച്ചറിയും. ആരാധനാക്രമത്തിൻ്റെ നവീകരണത്തെക്കുറിച്ചുള്ള വിചിന്തനം ആരംഭിക്കുമ്പോൾ ഈ നവീകരണത്തെക്കുറിച്ച് പറയുമ്പോൾ 3 പ്രധാനപ്പെട്ട വസ്തുതകൾ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പറയുന്നുണ്ട്. ഒന്ന്, ആരാധനാക്രമത്തിൻ്റെ പാരമ്പര്യം. മറ്റൊന്ന്, ആരാധനാക്രമത്തിൻ്റെ നവീകരണം. ഇനിയും ഒന്ന്, സാംസ്കാരിക അനുരൂപണം. ഇത് 3ഉം കൂടി ചേരുമ്പോഴാണ് ഒരു ആരാധനാക്രമം സജീവമായ ആരാധനാക്രമമായി തീരുക. ആരാധനാക്രമം പാരമ്പര്യത്തിൽ നിന്ന് രൂപം കൊള്ളുന്നത്. ഞാൻ ഇന്ന് ഇവിടെ ഇരുന്ന് ഒരു പുസ്തകം എഴുതി കുറേ പ്രാർത്ഥനകൾ എഴുതി കൂട്ടിച്ചേർത്താൽ അത് ആരാധനാക്രമമാവില്ല. ആരാധനാക്രമം എന്ന് പറയുന്നത് അത് അപ്പസ്തോലിക കാലം മുതലുള്ള ഒരു പാരമ്പര്യത്തിൻ്റെ തുടർച്ചയാണ്. അതുകൊണ്ടാണ് ഈ റീത്തുകൾ എന്ന് പറയുന്നത്, ഇഷ്ടമുള്ളൊരു റീത്ത് ഒരാൾ സ്വീകരിക്കുകയല്ല വാസ്തവത്തിൽ ചെയ്യുന്നത്. ബെനഡിക്റ്റ് മാർപ്പാപ്പ അതേക്കുറിച്ച് വ്യക്തമായി പറഞ്ഞു. റീത്തുകൾ അവയുടെ ഉറവിടങ്ങളിലേക്ക് തിരികെ ചെല്ലുമ്പോൾ എല്ലാ വ്യത്യാസങ്ങൾക്കും ഉപരിയായി ഈശോ മിശിഹായിൽ നിന്ന് നേരിട്ട് വിശ്വാസ പൈതൃകം സ്വീകരിച്ച അപ്പസ്തോലന്മാരിലാണ് റീത്തുകൾ ചെന്നെത്തി നിൽക്കുക. അതുകൊണ്ട് തന്നെ ഓരോ റീത്തിൻ്റെയും വിശ്വാസം ക്രിസ്തീയ വിശ്വാസ പൈതൃകത്തിൻ്റെ ആധികാരികത ഉൾക്കൊള്ളുന്നതാണ്. ഏതെങ്കിലും ഒരു റീത്ത് സഭയിൽ നഷ്ടപ്പെട്ടു പോയാൽ സഭയുടെ വിശ്വാസ സമഗ്രതയ്ക്ക് അത്രയും കോട്ടം തട്ടും എന്ന് മാർപ്പാപ്പ സൂചിപ്പിക്കുന്നതിൻ്റെ കാരണം അതാണ്. അതുകൊണ്ട് ചിലപ്പോൾ ആളുകൾ ചിന്തിക്കും, എന്തിനീ ഒത്തിരി റീത്തുകൾ, ഒരു റീത്ത് എല്ലാവരും അങ്ങ് അനുഷ്ഠിച്ചാൽ പ്രശ്നം തീർന്നില്ലേ? ഈ റീത്തുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഒരേ ടൗണിൽ തന്നെ വ്യത്യസ്ത റീത്തുകളുടെ പള്ളികൾ, രൂപതകൾ, ഇതൊക്കെ എന്തിനാ ഇത്രയും പ്രശ്നങ്ങൾ? എല്ലാവരും ഒരേ റീത്ത് അനുഷ്ഠിച്ചാൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഐക്യമുണ്ടാകുമായിരുന്നല്ലോ എന്നൊക്കെയുള്ള തർക്കങ്ങൾ പലപ്പോഴും പലരും ഉന്നയിക്കാറുണ്ട്. പക്ഷേ ഓർക്കുക, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പൂർണ്ണത ഒരു റീത്തിൽ മാത്രമായിട്ടല്ല, ആ വിശ്വാസത്തിൻ്റെ സമഗ്രത പരിശുദ്ധ പിതാവ് പറഞ്ഞതുപോലെ എല്ലാ അപ്പസ്തോലന്മാരുടെയും ക്രിസ്തു അനുഭവത്തിൻ്റെ സമാഹാരമാണ്. 4 സുവിശേഷങ്ങൾ എന്തിനാ? ഒരു സുവിശേഷം പോരായിരുന്നോ? ഒരു സുവിശേഷമായിരുന്നെങ്കിൽ വായിക്കാൻ എളുപ്പമുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ബൈബിളിൽ നിന്ന് 3 സുവിശേഷങ്ങൾ ആരെങ്കിലും വെട്ടിക്കളയുമോ എന്ന് ചോദിച്ചാൽ, അങ്ങനെ ചെയ്താൽ അതെന്തൊരു വലിയ നഷ്ടമായിരിക്കും. ഓരോ ദൈവശാസ്ത്രജ്ഞനും അതിൻ്റേതായ സമഗ്രത സഭാവിശ്വാസത്തിന് പ്രദാനം ചെയ്യും എന്നതുപോലെയാണ് ഓരോ റീത്തും വലിയ സമഗ്രത ഈ വിശ്വാസത്തിന് പ്രദാനം ചെയ്യുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ
ഓരോ റീത്തും അതിൻ്റെ വിശ്വാസ അനുഷ്ഠാനങ്ങളും സഭയുടെ വിശ്വാസ സമഗ്രതയെ നിലനിർത്തുന്നതിൽ അത്യന്താപേക്ഷിതമായ പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യമേ തിരിച്ചറിയും. ഈ പാരമ്പര്യങ്ങൾ നിലനിർത്തണം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന എന്താ? പാരമ്പര്യം എന്ന് പറയുന്നത് സഭയുടെ വിശ്വാസ സത്യങ്ങൾ കാലാകാലങ്ങളായി സഭ പരിപാലിച്ചു പോകുന്നത് എങ്ങനെ എന്നുള്ളതാണ് വാസ്തവത്തിൽ പാരമ്പര്യം. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങളിലും പ്രവർത്തനങ്ങളിലൂടെ സഭയുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി തീരുകയും എന്നാൽ എഴുതപ്പെട്ട തിരുലിഖിതങ്ങളിൽ ഉൾപ്പെടാതിരുന്നതുമായ വസ്തുതകളെ പാരമ്പര്യങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന മറ്റൊരു നിർവചനവും പാരമ്പര്യത്തിന് നൽകാറുണ്ട്. പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഏതോ കഴിഞ്ഞ കാലം അതേപടി ഇങ്ങോട്ട് കൊണ്ടുവരുന്നതല്ല, അത് പുരാവസ്തു. അല്ലെങ്കിൽ അതിന് ചരിത്രം എന്ന് പറയും. ചരിത്രവും പാരമ്പര്യവും തമ്മിൽ വ്യത്യാസമുണ്ട്. മുഗൾ കാലഘട്ടത്തിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ മുഗൾ രാജാവ് ഇത്രാം വർഷം മുതൽ ഇത്രാം വർഷം വരെ ഭരണം നടത്തി, മുഗൾ രാജാവ് ഔറംഗസീബിൻ്റെ കാലത്ത് ഇന്ന കാര്യങ്ങൾ സംഭവിച്ചു, ഷാജഹാൻ്റെ കാലത്ത് താജ്മഹൽ പണിതു എന്നൊക്കെ പറയുന്ന ഒരു പൂർവകാലത്തിൻ്റെ അനുസ്മരണമാണ് ചരിത്രം എന്ന് പറയുന്നത്. എന്നാൽ ആരാധനാക്രമത്തിലെ പാരമ്പര്യം എന്ന് പറയുന്നത് ആ പഴയ കാലത്തെ അതേപടി ഇങ്ങോട്ട് സ്വീകരിക്കുന്നതല്ല, സഭയോടൊത്ത് സജീവമായി വളർന്ന ഒരു വിശ്വാസമാണ്. അതുകൊണ്ട് പാരമ്പര്യം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും മ്യൂസിയത്തിലെ പുരാവസ്തു സന്ദർശിക്കുന്നത് പോലെയോ ഏതെങ്കിലും ഒരു പൗരാണിക ചരിത്രത്തിൻ്റെ ഏടുകൾ പഠിക്കുന്നത് പോലെയോ അല്ല സഭയുടെ പാരമ്പര്യത്തെ നാം മനസ്സിലാക്കേണ്ടത്. മറിച്ച് പാരമ്പര്യം എന്ന് പറയുന്നത് നാളിതുവരെയുള്ള വിശ്വാസത്തിൻ്റെ അനുസ്യൂതമായ സജീവമായ വളർച്ചയാണ്. അതുകൊണ്ട് സഭാചരിത്രത്തിലെ എല്ലാ വസ്തുതകളും ഈ പാരമ്പര്യത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതും പരമമായ ഒരു സത്യമാണ്. അതുകൊണ്ട് ചരിത്രവും പാരമ്പര്യവും തമ്മിലുള്ള വ്യത്യാസം പലപ്പോഴും പലരും മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ട് പാരമ്പര്യത്തെ പഴമയുടെ ഫോസിലുകളുടെ ശേഖരമായോ ഏതെങ്കിലും പൗരാണിക ചരിത്രമായോ പുരാവസ്തുവായോ അതേപടി ഈ കാലഘട്ടത്തിലേക്ക് പറിച്ചു നട്ടാൽ അത് അപ്രസക്തമാണ്. മറിച്ച് സഭയോ സജീവമായ സഭയിൽ നിരന്തരം നവീകരിക്കപ്പെട്ട സഭയിൽ സഭയുടെ വിശ്വാസ പൈതൃകങ്ങളും നിരന്തരം നവീകരിക്കപ്പെട്ടുകൊണ്ടിരുന്നു എന്നതാ സത്യം. എക്ലേസിയ സെംബർ റിഫോർമാന്ത എന്നൊരു ചൊല്ലിൽ എത്തിയിട്ടുണ്ട്. സഭ എപ്പോഴും അധുനാധുനീകരിക്കപ്പെടുന്നു, നവീകരിക്കപ്പെടുന്നു എന്നതിൻ്റെ അർത്ഥം. എന്നതുപോലെ ഈ സഭയിലെ പാരമ്പര്യങ്ങൾ എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയുടെ പാരമ്പര്യത്തിന് 2000 കൊല്ലത്തെ പഴക്കമുണ്ട്. പക്ഷേ ആ വിശുദ്ധ കുർബാന ആചരണം എന്ന് പറയുന്നത് ഇന്നിൻ്റെ സജീവതയാണിത്. അതുകൊണ്ട് 2000 കൊല്ലം മുമ്പ് ചൊല്ലിയ അതേ ഭാഷയിൽ അതേ ശൈലിയിൽ അതേ പ്രാർത്ഥന വള്ളിപുള്ളി വിടാതെ ചൊല്ലുമ്പോഴാണ് ഇന്ന് പാരമ്പര്യം നമ്മൾ പരിരക്ഷിക്കുന്നത് എന്ന് വാദിക്കേണ്ട കാര്യം. എന്നാൽ അതേസമയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാരമ്പര്യങ്ങളെല്ലാം അപ്രസക്തമാണ് എന്ന് പറഞ്ഞ് ഓരോ കാർമ്മികനും തനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആരാധനാക്രമം അനുഷ്ഠിക്കുന്നതും ശരിയല്ല. അതുകൊണ്ട് പാരമ്പര്യത്തിന് പ്രാധാന്യം കൊടുത്ത് പാരമ്പര്യത്തെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കി ആ പാരമ്പര്യത്തെ ഇന്നിൻ്റെ സജീവതയിൽ സ്വീകരിച്ച് US കൊങ്കാറിനെ പോലെയുള്ള വിഖ്യാത പണ്ഡിതർ പറയുന്നുണ്ട്, ട്രഡീഷൻ ആൻഡ് ദ ട്രഡീഷൻസ് എന്ന പുസ്തകം എഴുതിയ കൊങ്കാർ പറയുന്നത് പാരമ്പര്യം എന്നത് നൽകപ്പെടുന്നത് മാത്രമല്ല സ്വീകരിക്കപ്പെടുന്നത് കൂടിയാണ്. മുൻകാലത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അത് പാരമ്പര്യമാകണമെന്നില്ല. മറിച്ച് പിൽക്കാല തലമുറകൾ അത് ഭക്തിയാദരങ്ങളോട് സ്വീകരിച്ച് കൈമാറ്റം ചെയ്തു എന്നുള്ളതും ഈ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. ചിലതൊക്കെ 1-2 നൂറ്റാണ്ടുകളിൽ ഉണ്ടായത് പിൽക്കാല വിശ്വാസി തലമുറ സഭ അത് അവഗണിച്ചിട്ടുണ്ടാകാം, ഒഴിവാക്കിയിട്ടുണ്ടാകും. അവ പാരമ്പര്യങ്ങളുടെ ഭാഗമായി പരിഗണിക്കേണ്ടതില്ല എന്നാണ് കൊങ്കാറിനെ പോലെയുള്ള വിഖ്യാത ദൈവശാസ്ത്രജ്ഞന്മാരുടെ നിരീക്ഷണം. അതുകൊണ്ട് ഈ പാരമ്പര്യത്തെ ശരിയായി മനസ്സിലാക്കുക എന്നുള്ളത് പരമപ്രധാനമായ വസ്തുതയാണ്.
ഈ പാരമ്പര്യത്തിന് അനുഗുണമായി സാംസ്കാരിക അനുരൂപണങ്ങളും ഓരോ ദേശത്തിൻ്റെയും കാലത്തിൻ്റെയും ശൈലിയിൽ സാംസ്കാരിക അനുരൂപണം ഈ പൗരസ്ത്യ സുറിയാനി ആരാധനാക്രമ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയ ഒരു സാംസ്കാരിക അനുരൂപണം പറഞ്ഞാൽ തന്നെ അത് വ്യക്തമാകും. ബലിപീഠം ചുംബിക്കുക, വിശുദ്ധ ഗ്രന്ഥം ചുംബിക്കുക തുടങ്ങിയ ശൈലിയാണ് പൗരസ്ത്യ സുറിയാനി സഭ നിർദ്ദേശിക്കുക. എന്നാൽ ആരാധനാക്രമ പുസ്തകം മറ്റൊരു ഓപ്ഷൻ നൽകുന്നുണ്ട്. ചുംബിക്കുന്നതിന് പകരം വിശുദ്ധ ഗ്രന്ഥം നെറ്റിയിൽ തൊടുവിക്കുക, ബലിപീഠം തൊട്ട് നെറ്റിയിൽ തൊടുക തുടങ്ങിയ ആചാരങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ആളുകൾ തമ്മിൽ പരസ്പരം ചുംബിച്ച് അഭിവാദനം ചെയ്യുന്നത് ഒരു സെമിറ്റിക് ശൈലി. അതേസമയം ഭാരതത്തിൽ തൊട്ട് വന്ദിക്കുക എന്നുള്ളതാണ് ആദരവിൻ്റെ സൂചന. ഇത്തരത്തിലുള്ള സാംസ്കാരിക അനുരൂപണങ്ങൾക്ക് ആരാധനാക്രമത്തിൽ പ്രസക്തിയുണ്ട്. അത് കുറേയൊക്കെ ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ അവ ഏതെല്ലാം മേഖലകളിൽ സാധ്യമാണോ അത്തരത്തിലുള്ള സാംസ്കാരിക അനുരൂപണങ്ങളെ സ്വീകരിക്കുന്നത് സഭയുടെ സജീവതയെയാണ് സൂചിപ്പിക്കുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കുക. കൂടുതൽ വിശദാംശങ്ങൾ വരും ക്ലാസ്സുകളിൽ നമുക്ക് ലഭിക്കുന്നതാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. കോഴ്സുകളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾക്ക് ദ ഡയറക്ടർ, ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ്, സന്ദേശഭവൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 70, തലശ്ശേരി 670101. ടെലിഫോൺ 0490 2344 2343 ഇമെയിൽ alfix@gmail.com. വെബ്സൈറ്റ് www.alphathalassery.com. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദ പ്രൊഡ്യൂസർ, തിയോളജിയ, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട് 673-528. ഫോൺ 0496 266 4600.